അവിടെ നിന്ന് വരുന്നത്. പക്ഷേ അത്ര ലൈറ്ററായ കാര്യങ്ങളല്ല, അത്ര ലളിതമായ കാര്യങ്ങളല്ല. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അവശേഷിക്കുന്ന പ്രതികൾക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ അന്വേഷണ സംഘം ആലോചിക്കുകയാണ്. വിദേശത്തുള്ള പ്രതികളെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായവും തേടും. 43 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. 29 എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തു. ബഹുഭൂരിപക്ഷം പ്രതികളെയും വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമായി. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ 62 പേരുള്ളതിൽ 43 പേർ അറസ്റ്റിലായി. മറ്റു ചില പ്രതികൾ വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലുമാണ്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക സംഘം അവിടങ്ങളിലേക്ക് പോകും. പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായാണ് 43 പേർ അറസ്റ്റിലായത്. 13 വയസ്സ് മുതൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സുണ്ട്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ട SP-യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം യോഗം ചേർന്നു. സൈബർ പോലീസ് ഉദ്യോഗസ്ഥരും വനിതാ പോലീസുകാരുമായി 25 അംഗങ്ങളാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. +2 വിദ്യാർത്ഥികൾ, പിതാവിന്റെ സുഹൃത്തുക്കൾ, കായിക അധ്യാപകൻ, ഇയാളുടെ സഹായികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ നീളുന്നു പീഡിപ്പിച്ചവരുടെ പട്ടിക. ലൈംഗിക ചൂഷണത്തിനിരയാക്കിയവരുടെ പേരുകൾ പെൺകുട്ടി ഡയറിയിൽ എഴുതി സൂക്ഷിച്ചത് കേസ് അന്വേഷണത്തിന് സഹായമായി. പ്രതികൾ പെൺകുട്ടിയുമായി സംസാരിച്ച ഫോൺ രേഖകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചാണ് അറസ്റ്റുകൾ. പ്രായപൂർത്തിയാകാത്ത 4 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. പത്തനംതിട്ട സ്റ്റേഷനിൽ 11 കേസും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 16 കേസുമുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 29 എഫ്ഐആറുകളാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. ശശി, നമ്മൾ ഈ വാർത്ത ആദ്യത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യാപ്തിയിലല്ല ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത്. കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇനി അറിയേണ്ടത് ഈ പ്രതികളെ എത്രത്തോളം മുഴുവനായി ഈ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോലീസ് സംവിധാനത്തിന് കഴിയുമെന്നതാണ്. ഇന്നലെ അന്വേഷണ സംഘമൊക്കെ വിപുലീകരിച്ചല്ലോ. പുതിയ സംഘം എങ്ങനെയാണ് ഈ കേസിൽ മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 43 പേരെയാണ് പിടിയിലായിട്ട് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇനിയും 29 എഫ്ഐആറുകളാണ്. അതായത് പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ നിന്നുള്ള ആ കേസ് നമ്മൾ സൂചിപ്പിച്ചിട്ട് 29 എഫ്ഐആറുകളിൽ 43 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പെൺകുട്ടിയുടെ ലിസ്റ്റ് പ്രകാരം പ്രതികളുടെ എണ്ണം കൂടുതലാണ്. ആ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയും വാർത്തയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി തന്നെ ചില പ്രതികളൊക്കെ വിദേശത്ത് കടക്കാൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടി, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒപ്പം വിദേശത്ത് പോയവർക്കും ഒക്കെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും മുഴുവൻ പ്രതികളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അതിനായി ഇന്നലെ പ്രത്യേക യോഗം കൂടുകയും ആലോചന നടത്തുകയും DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും അറസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കസ്റ്റഡി എടുക്കുന്ന പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നത്. എന്തായാലും ക്രൂരമായ മുഴുവൻ പ്രതികളുടെയും പെൺകുട്ടികളുടെ ലിസ്റ്റും പ്രകാരമുള്ള പെൺകുട്ടി പോലീസിൽ മൊഴി നൽകിയിട്ടുള്ള പ്രതികളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് ആ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. അത് കൃത്യമായി പോലീസ് നടപ്പിലാക്കുന്നുണ്ട്, കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. അത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോഴും തുടരുകയാണ്. പുതിയ ആളുകളെ കസ്റ്റഡി എടുക്കുമ്പോഴും മറ്റൊക്കെ അടുത്തതിനു ശേഷം അവരെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് കടക്കുന്നത്. ഒരു നീതി ഈ പെൺകുട്ടിക്ക് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു പീഡന കേസാണ് പുറത്തു വന്നത്. അത് കൃത്യമായി അതിന്റെ പഴുതുകൾ അടച്ച് അന്വേഷണം നടത്തി എഫ്ഐആർ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായ ലക്ഷ്യം. ആ തരത്തിൽ കേസ് മുന്നോട്ട് പോവുകയാണ്. ഈ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായ സ്ഥലങ്ങൾ കൂടിയൊക്കെ ഇന്നലെയൊക്കെ കൃത്യമായ ഒരു വിവരം കൂടി ലഭിച്ചത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് അവിടെയും സമീപ പ്രദേശങ്ങളിലെല്ലാം കുട്ടിയെ ഇതേപോലെ ഈ അറസ്റ്റിലായ പ്രതികൾ കൊണ്ടുപോയി പലരും ക്രൂരമായി പീഡിപ്പിക്കുന്നതും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു അറസ്റ്റ് സാധ്യതയുണ്ട്. കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിലൊക്കെ ഉള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.